ഇന്ന് കൺസൾട്ടേഷൻ്റെ ഇടയിൽ ഒരു ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അവർക്ക് മന്ത്ലി കിട്ടുന്ന സാലറി എല്ലാം അവരുടെ ഹസ്ബൻഡ് എടുക്കുകയാണ് ചെയ്യുക. അതായത് അവരുടെ ATM കാർഡ് പോലും സൂക്ഷിക്കുന്നത് അവരുടെ ഹസ്ബൻഡാണ്. എന്തെങ്കിലും പൈസ കൂടുതലായിട്ട് ചിലവാക്കുമോ അതല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവിടെ കലഹമാണ്. ആ വീട്ടിൽ നിന്ന് അവർ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം അമ്മായിയമ്മ പോര് വേറെ, അവർക്ക് നിരന്തരമായിട്ട് വീട്ടിൽ സഹിക്കാൻ പറ്റാത്ത അത്രയും ഒച്ചയും ബഹളവുമാണ് എന്നും എന്തിനാ ജോലിക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഈ കിട്ടുന്ന സാലറിയിൽ പോലും അവർക്ക് അവകാശമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നോക്കുക വെച്ചാൽ ഹസ്ബൻഡ് ഭാഗത്തു നിന്നുണ്ടാവുന്ന ടോർച്ചർ, മറ്റേ ഭാഗത്ത് നോക്കുക വെച്ചാൽ അമ്മയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ മാനസികമായിട്ടുള്ള പീഡനം. വൈഫ് എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോകാൻ നേരത്തെ അമ്മയ്ക്ക് അച്ഛൻ എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിന്നെ ഇങ്ങോട്ടാണ് കെട്ടിച്ചുകൊണ്ട് വന്നത്, അപ്പം ആ പൈസ കിട്ടുന്നതെല്ലാം ഇവിടെയാണ് ചിലവാക്കേണ്ടത്, അല്ലാണ്ട് അച്ഛനും അമ്മയ്ക്കൊന്നും അതിൽ യാതൊരു അവകാശമില്ല എന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വൈഫ് സ്വന്തം വീട്ടിലോട്ട് പോകുന്നത്. കാരണം ഒരു 5 പൈസ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാനോ ഒന്നും തികയാറില്ല. കാരണം ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നത്. പോരാത്തതിന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയും അച്ഛനും കൂടെ പഠിപ്പിച്ച് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നല്ലൊരു വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോലും പറ്റാത്തതിൽ അവർക്ക് ഒരുപാട് വിഷമമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഹസ്ബൻഡ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് വൈഫ് കണ്ടുപിടിക്കുന്നത്. വൈഫിൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഹസ്ബൻഡ് ഫോൺ എടുത്ത് ആമസോണിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ നേരത്താണ് ഇതിന് മുമ്പായിട്ട് ഒരുപാട് ഗിഫ്റ്റും അതുപോലെ തന്നെ പർച്ചേസും ഒക്കെ നടന്നതായിട്ട് കാണുന്നത്. പിന്നീടാണ് ഇവർ ആർക്കാണ് ഇതെല്ലാം അയച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയപ്പം അവർക്കാകെ വല്ലാതെ ആയത്. വേറെ ഏതോ സ്ത്രീക്കാണ് ഇയാൾ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ലേഡിയുടെ ചാറ്റ് കാര്യങ്ങൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് വൾഗറായിട്ടുള്ള ചാറ്റുകളൊക്കെയാണ് ഇവർ തമ്മിലുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പോലും ഈ വൈഫ് കണ്ടുപിടിക്കുന്നത്. സോ ഒരു ആവശ്യത്തിന് പൈസ പോലും ചോദിക്കാണ്ട് പൈസ ഇല്ല കയ്യിൽ എന്ന് പറഞ്ഞ് നടന്ന ഹസ്ബൻഡ് സ്വന്തം കാമുകിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കുന്നത് കണ്ട് വൈഫ് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു 3-4 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വൈഫിനെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഫ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ഭാര്യ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ശമ്പളത്തിൽ അവൾക്ക് മാത്രമാണ് അവകാശമുള്ളത്. ഭർത്താവിനോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അതിൽ യാതൊരു അവകാശവും വരുന്നില്ല. അതുപോലെ തന്നെ വൈഫിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ATM കാർഡ് ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള അവകാശം വൈഫിന് മാത്രമാണ്. അതല്ലാതെ ഹസ്ബൻഡിനോ വീട്ടുകാർക്കോ യാതൊരു അവകാശവും ഇല്ല. വൈഫ് സ്വന്തം ഇഷ്ടത്തോട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കോ അത് കൈപ്പറ്റാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ വൈഫിൻ്റെ അടുത്തു നിന്ന് അത് തട്ടിപ്പറിച്ചെടുക്കുക അതല്ലെങ്കിൽ പിന്നെ അവളുടെ ഇഷ്ടമില്ലാണ്ട് അവളുടെ സമ്മതം ഇല്ലാണ്ട് അത് കൈപ്പറ്റുകയാണെങ്കിൽ അവൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ BNS സെക്ഷൻ 85 പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരവും കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റൽ ക്രൂവാലിറ്റി ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് ഡിവോഴ്സും ഫയൽ ചെയ്യാവുന്നതാണ്.